പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ചക്കക്കുരു കിട്ടിയിട്ടുണ്ട്. നമുക്കതുകൊണ്ട് നല്ല കിടിലൻ ഒരു ചമ്മന്തി തയ്യാറാക്കാം. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ, ദോശയുടെ കൂടെ വരെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തി. അപ്പോൾ അതിനായിട്ട് ഞാൻ ചക്കക്കുരു ഒന്ന് ചതച്ച് അതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചക്കക്കുരു ഇട്ട് നല്ലപോലെ വറുത്തെടുക്കാം. അപ്പോൾ ഇച്ചിരി സമയം എടുത്ത് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട്. ഇനി നമുക്ക് എരിവിനുള്ള ബാക്കി ചേരുവകളെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 6-7 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്, പിരിയമുളക്. അതൊന്ന് ഒരല്പം ഓയിലൊഴിച്ച് ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് മുളക് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിരിയമുളകിന് വലിയ എരിവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3-4 ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ അല്ലി 5 അല്ലി വെളുത്തുള്ളി, ഗ്യാസ് വരാതിരിക്കാനായിട്ട്. അതെല്ലാം ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. 1-2 തണ്ട് കറി ലീഫ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മല്ലിയിലയും ചേർത്ത് ഈ ചമ്മന്തി ഒന്ന് തയ്യാറാക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മല്ലിയില ഒന്ന് വഴന്ന് വരട്ടെ. അതിൻ്റെ പച്ചമുളകെല്ലാം ഒന്ന് മാറി കിട്ടുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരല്പം പുളി കൂടെ ചേർത്തിട്ടുണ്ട്. പിഴിപുളി ഒരല്പം മാത്രം മതിയാവും. പുളിയും ചേർത്ത് എല്ലാം വഴറ്റിയെടുത്തു. ഇനി നമ്മുടെ ചക്കക്കുരു തണുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് ചേരുവകളെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ പൊടിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്താൽ മതിയാവും. ഈ വെള്ളം വേണമെന്നുള്ളവർക്ക് 1 സ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുന്നത്. ഇത് ഈ മല്ലിയിലയുടെയും ഈ ഉള്ളിയുടെ ഒക്കെ നനവ് കൊണ്ട് തന്നെ നമുക്ക് ചമ്മന്തി നല്ലപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ ചമ്മന്തി എല്ലാം നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ചെറിയൊരു തരിതരിപ്പോട് കൂടി തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് വീണ്ടും വീഡിയോ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹവും ഒക്കെ ഉണ്ടാകുന്നത്. നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കഞ്ഞിക്കായാലും ചോറിനായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലനൊരു ചമ്മന്തി തന്നെയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളവരുണ്ടാവും, തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.